വാട്സാപ്പ് യൂട്യൂബ് സത്യം പറയല്ലോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബിലൊരു വീഡിയോ എടുക്കുന്നത്. ഞാൻ എടുക്കാത്തതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ പ്രശ്നം മടി തന്നെയാണ്. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കുന്ന എനിക്ക് ജോലിയിൽ നല്ല രീതിയിൽ പ്രഷറും കാര്യങ്ങളുണ്ട്. അപ്പം ആ പ്രഷറും ഇതെല്ലാം മാറ്റി വെച്ച് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവാം എന്ന് കരുതി മാത്രമാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഉദ്ദേശം. ഞാനിപ്പം സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്തിനു പോകണം ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം, എടുത്തിട്ട് പോകുന്ന വഴിക്ക് തീരുമാനിക്കാം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി വീട്ടുകാരൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എണ്ണിച്ചാണ് വണ്ടിയൊക്കെ എടുത്തു വാമപ്പാക്കി. വണ്ടി എടുത്ത് നമുക്ക് പെട്രോൾ ഇപ്പോൾ ലോയാണ്, അതൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ ചെങ്ങന്നൂർ കഴിഞ്ഞിട്ട് ആ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ ഏകദേശമല്ല ഫുൾ ടാങ്ക് അടിച്ചു. അത് കുറ്റി അടയ്ക്കുന്നതിൻ്റെ അവിടം വരെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അങ്ങനെ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചു. മീറ്റർ ഞാൻ റീസെറ്റ് ചെയ്തു. എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്കറിയണമല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല സൂപ്പർ മഴ. ഞാനാണ് റെയിൻ കോട്ട് ഇട്ടില്ലായിരുന്നു. അങ്ങനെ റെയിൻ കോട്ട് ഇടാൻ വേണ്ടി നിന്ന ഒരു വീഡിയോ ആണിത്. പിന്നെ യാത്രയുടെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തോട്ടാണ് പോയത്. അപ്പോൾ തിരുവനന്തപുരത്തോട്ട് പോയപ്പോൾ പോത്തങ്കോടിൻ്റെ അടുത്തൊരു സ്ഥലമാണ്. നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റ് വേണം. പിന്നെ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. രാവിലെ വെളുപ്പിനെ ഇറങ്ങിയതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ബായുടെ കട പോയപ്പോൾ അപ്പവും മുട്ടക്കറി ഉണ്ട്. കാണുന്ന പോലെയല്ല, അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെയും തുടങ്ങി. ഞാനിപ്പോൾ വിചാരിച്ചു എന്തായാലും നമ്മൾ തിരുവനന്തപുരം ഭാഗത്തുള്ള പോകുന്നു. ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല തിരുവനന്തപുരം ഭാഗം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെയ്യാർ ഭാഗം അങ്ങനെ കുറച്ച് ഏരിയ കാണാം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. നെയ്യാർ ഡാം ഞാനങ്ങനെ ഡാം ഇതുവരെ കണ്ടിട്ടില്ല. ഡാം എന്നാ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നെയ്യാർ ഡാമിലോട്ട് പോകുന്ന ഒരു സത്യം പറഞ്ഞൊരു ബണ്ട് പോലൊരു സാധനം കണ്ടു. ഞാൻ അപ്പം തന്നെ വണ്ടി തിരിച്ച് വണ്ടി ഇറക്കുവാണ്. പിന്നെ ഈ ക്യാമറ ഷേക്കൊക്കെ വരുമ്പോൾ ഞാൻ ഫോണിൽ ഗോപ്രോ വെക്കാൻ പറ്റത്തില്ല. ഫോൺ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കും. അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുമുണ്ട്. ഇത് നല്ല ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. ആൾക്കാരില്ല, ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ്. നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട്, അപ്പുറത്ത് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒത്തിരി ആ സ്ഥലം കൊണ്ട് കാണിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ നല്ല വൃത്തിയുണ്ട്. അവിടുത്തെ ആൾക്കാരെന്തായാലും അവിടെ വേസ്റ്റും കാര്യമൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ബൈക്ക് എടുത്ത് യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. കാരണം സമയം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെയും യാത്ര തുടങ്ങും. പിന്നെയും ഇപ്പം നമ്മൾ കാണുന്നത് നെയ്യാർ ഡാമും ഡാമിൻ്റെ പ്രദേശം. എനിക്ക് ഡാമിനെ കുറിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർത്തില്ല. വെള്ളം പോകുന്ന കാഴ്ചയല്ലാതെ എനിക്ക് വേറൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ പോയത് ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നെയ്യാർ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സിംഹത്തിനെ കാണാം, മുതലേ കാണാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇവിടെ പോയി നോക്കാം. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെന്നുണ്ട് ഇങ്ങനൊരു സ്ഥലം കണ്ടു. ഫോട്ടോ എടുക്കാം, സൂപ്പർ സ്ഥലം. അവിടെ ഫോട്ടോ എടുക്കാൻ വേറെ ബൈക്കേഴ്സും കാറുകാരൊക്കെ നിർത്തുന്നുണ്ട്. ഞാനും 2-3 ഫോട്ടോയും വീഡിയോസും എടുത്ത് ഞാൻ അവിടെ വെച്ച് നിൽക്കണം. ഞാനെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി നമ്മൾ അവിടുത്തെ ട്രക്കിംഗ് അല്ല, ബോട്ടിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിമം 15 പേരുണ്ടെങ്കിലേ സത്യം പറഞ്ഞ് ബോട്ട് എടുക്കത്തുള്ളൂ. ബോട്ടിന് ഒരാൾക്ക് 300 രൂപയാണ്. 300 രൂപ. അപ്പോൾ ഞാനിപ്പം ബോട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ. ഇതിന് മുന്നേ ബോട്ടിൽ ഒത്തിരി യാത്ര കണ്ടുകൊണ്ട് എനിക്ക് അത്ര വലിയ ഫെൻറ്റാസ്റ്റിക്കായിട്ട് തോന്നിയില്ല. ബോട്ടിൽ കയറുമ്പോൾ എന്തോരം നിർബന്ധമായിട്ടും ലൈഫ് ജാക്കറ്റ് ഉണ്ട്. എത്ര നീന്തൽ അറിയാവുന്ന ഒരാളാണെങ്കിലും ജാക്കറ്റ് ഇട്ടേ പറ്റത്തുള്ളൂ. എല്ലാവരും ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. സോ ഞാനും ഇടുന്നു. ബോട്ടിൽ നിറച്ചും സത്യം പറഞ്ഞ നോർത്ത് ഇന്ത്യക്കാരാണ്. എനിക്കൊന്നും ഞാനും പിന്നെ വേറെ ഒരു 2-3 പേരുള്ളൂ മലയാളീസ്. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഞാനങ്ങനെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ടിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ഒരു ഐലൻഡിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് ഈ ആനിമൽസിനെ കാണുന്നത്. അവിടെ ആന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ പോയി നോക്കാൻ നോക്കുന്നത്. പോകുന്ന വഴിക്ക് ഐലൻഡിലിറങ്ങി ആനയെ കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് കാട്ടിൽ
ചെറിയൊരു ട്രക്കിംഗ് കയറി നമ്മൾ പോകുമ്പോഴാണ് ഓരോ ആനിമൽസിനും ഓരോ സ്പോട്ടിൽ വെച്ചേക്കുന്നത്. അല്ല സൂവിൻ്റെ അകത്തിനോട്ട് അടച്ച് ഓരോ സ്പോട്ട് വെച്ചേക്കുമല്ലോ, പല പല സ്ഥലത്താണ് ഇരിക്കുന്നത്. പിന്നെ ആനയൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നടന്നിങ്ങനെ വരുമ്പോഴാണ് വലിയൊരു മാൻ്റെ താമസിപ്പിക്കുന്നൊരു സ്ഥലം. അത് കണ്ടു കഴിഞ്ഞ് പിന്നെ മുതലകളാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഈ കൂട് കണ്ടപ്പോൾ കോഴിക്കോടാണ്, സത്യം കോഴിക്കോടല്ലായിരുന്നു, ഇപ്പുറത്തൊരു പൈതമുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് കോഴിക്കോട് കാണാൻ ഇതിനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ മനസ്സിലായി മുതലകളെ കണ്ട് നല്ല ഇതൊക്കെ ഫുഡ് അടിച്ച് കണ്ട് ഫുൾ ടൈം റെസ്റ്റിങ്ങുള്ള മുതലുകളാണ്. കണ്ട് പിന്നെ മുതലക്കുന്ന് എല്ലാം വെയിൽ കഴിയുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് പിന്നെ ഞാൻ വണ്ടി എടുത്ത് അമ്പൂരി പാലം എന്നൊരു സ്ഥലം. അമ്പൂരിലൊരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം സത്യം പറഞ്ഞാൽ ഈ പാലം അടിപൊളിയാണ്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ സൂപ്പർ സ്ഥലം. നല്ല രീതിയിൽ ആൾക്കാരും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. രണ്ട് സൈഡും വീതി കുറവ്, കാറൊന്നും നിർത്തില്ല, ബൈക്ക് മാത്രം പോകും. ചിലരൊക്കെ ബൈക്ക് അവിടെ വെച്ച് കാർ അവിടെ വെച്ചിട്ട് നടന്നാണ് പോകുന്നത്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുറവാട്ടോ. ഈ കാണുന്നതാണ് നമ്മളിപ്പം കയറി വന്ന പാലം. ഇതാണ് അമ്പൂരി പാലം. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ പത്തനംതിട്ട ഏരിയയിലൊക്കെ ഉള്ള ഒരു വെള്ളച്ചാട്ടം പോലെ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഇത് വേറൊരു വൈബ്. നല്ല രീതിയിൽ ആളുണ്ട്. ഞാൻ പിന്നെ നിക്കറും കാര്യങ്ങളൊന്നും എടുക്കുമ്പോൾ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനും പറ്റത്തില്ല. നല്ല സൂപ്പർ ആളുമാണ്. അവിടെ നോക്കുവാണെങ്കിൽ കാണാം കുറേ പിള്ളേർ സ്പീക്കറിൽ പാട്ടൊക്കെ നല്ല അടിപൊളി കളിക്കുകയാണ്. പിന്നെ വെള്ളത്തിൽ തിരിച്ച് നടക്കുന്നുണ്ട്. പിന്നെ നല്ല ഐശ്വര്യം. യാത്ര പോകുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത് രസമാണ്. ശല്യമാണെങ്കിൽ തന്നെ നമുക്ക് രസമാണ്. പിന്നെ ഇതൊക്കെ ഓർത്ത് നമുക്ക് ചിരിക്കാം. ഷൂറിനും കയറി എന്തായാലും എനിക്ക് തയ്ക്കാൻ എന്തെങ്കിലും പറ്റും. ഇനി എനിക്ക് കുറച്ച് സ്ഥലങ്ങളോട് കണ്ടാൽ കൊള്ളാം, എന്തായാലും ഇറങ്ങി. അങ്ങനെ ഷൂ കയറിയ വിഷമത്തിൽ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങി. അടുത്ത സ്പോട്ട് അങ്ങോട്ട് പോകാൻ നമുക്ക് തീരുമാനിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയപ്പോൾ നല്ല വിഷമം. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഓരപ്പെടുന്നുണ്ട്. കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചിക്കൻ ബിരിയാണി പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ വൈബ്. ഇതുപോലുള്ള സ്ഥലങ്ങളിരുന്ന് കഴിക്കണം, നല്ല രസമാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടല്ല. ഇവിടെ നിന്ന് തന്നെ കയ്യും കഴുകും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകും. എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലാങ്കുടിക്കടവെന്നാണ്. ഇവിടെ നമുക്ക് ഈ പാറയുടെ മണ്ടയ്ക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റും, നല്ല രസമാണ് എന്നൊക്കെയാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. റോഡെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഓക്കെ കാറൊക്കെ വരും, പക്ഷേ നല്ല സ്മൂത്ത് റോഡൊന്നുമില്ല. അങ്ങനെ ആ വഴി പോയപ്പോഴത്തേക്ക് വീതി കുറവാണ്. പോകുന്ന വഴിക്ക് ഒരു ലോറിക്കാരൻ തടി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ആ തടിക്ക് വണ്ടിയുടെ സൈഡിൽ കൂടെ ഒരു ഓരം പിടിച്ച് അങ്ങനെയൊക്കെയോ പോയി കുറച്ചുകൂടെ പോകണം. അവിടുന്ന് കുറച്ചുകൂടെ പോകണമെന്നാണ് അവിടെ ഉള്ള ചേച്ചി പറഞ്ഞത്. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. ഇതാണ് പ്ലാങ്കുടിക്കടവ് സ്ഥലം. പാറയുടെ മണ്ടയ്ക്കോട്ട് കയറുകയാണ്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടയറൊക്കെ ഉണ്ടെങ്കിൽ കയറുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ വണ്ടി വലിയ കുഴപ്പമില്ല, നമുക്ക് ഓഫ് റോഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല വണ്ടിയാണ്, കുഴപ്പമില്ല, സ്മൂത്തായിട്ടാണ് കയറി പോകുന്നത്. പാറയുടെ മണ്ടയ്ക്കാണെങ്കിലും അല്ലാത്ത സ്ലഷിലും കാര്യങ്ങളിലൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി പോകുന്നു. സത്യം പറയാമല്ലോ, എനിക്ക് ഇന്ന് പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ പ്ലാങ്കുടിക്കടവാണ്. ഒരു മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റ് എന്ന നിലയ്ക്ക് പറയുകയാണ്. നല്ല രസം, നല്ല ഒരു രസത്തിലാണ് നമ്മൾ ഓടിക്കുന്നത്. വണ്ടിയൊക്കെ ഓടിച്ച് നമ്മളൊരു സ്ഥലത്തെത്തി അത് എക്സ്പ്ലോർ ചെയ്യുന്ന സന്തോഷം എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നല്ല. അവിടെ ചെന്നപ്പോൾ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലെന്തോ പറഞ്ഞു സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് നിന്ന്
നല്ല രീതിയിൽ സന്തോഷിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം ഓടിച്ച് കളിച്ചു. പെട്രോൾ കുറച്ച് കത്തി, എന്നാലും കുഴപ്പമില്ല. വണ്ടി അവിടെ നിർത്തിയപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി, എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കി, സൂപ്പർ കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഒന്ന് വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. ഇവിടെ താഴെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളാർക്കും ഒരു ശല്യമില്ല, സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച് കിടക്കുന്നു. ഇതിപ്പോൾ ചെറിയൊരു സ്റ്റീപ്പിൽ കൂടെ ഓടിക്കുന്നത് വീഡിയോക്കകത്ത് കാണുമ്പോൾ നമുക്ക് വലിയ ഇതായിട്ട് തോന്നുന്നില്ല, പക്ഷേ റിയൽ ലൈഫിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റീപ്പ്. ഒന്ന് സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ താഴെ വീഴാൻ ചാൻസ് ഉണ്ടോ. എന്നാൽ നമ്മൾ വേറെ ബാക്കപ്പ് വണ്ടിയോ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ പ്ലാങ്കുടി കടവിനോട് നമുക്ക് ഗുഡ് ബൈ പറയേണ്ട സമയമായി. ബൈ ബൈ. ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തുള്ള അഫ്സൽ ചിക്കൻ എന്ന് പറഞ്ഞ കടയാണ്. ഈ കട എന്ന് പറഞ്ഞാൽ ഒത്തിരിയും ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ഒത്തിരിയും പേര് എനിക്ക് സജസ്റ്റ് ചെയ്തു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഒത്തിരിയും കണ്ടതാണ്. ഞാനിപ്പോൾ ഒരു ഇതിൽ പോയതാണ്. സത്യം പറയല്ലോ, നല്ല സൂപ്പർ എരിവുള്ള ചിക്കൻ ഫ്രൈയാണ്. എൻ്റെ മുഖം കണ്ടറിയാമല്ലോ, നല്ല രീതി എരിച്ചിട്ടുണ്ട്. ഞാൻ പാങ്കുടി കടയിൽ ഈ ചിക്കൻ ഫ്രൈ തിന്നാൻ ഏകദേശം 40 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തിട്ട് വന്ന്. എന്തോലും വർത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ വിഴിഞ്ഞം ചിക്കനും കഴിച്ച് മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. തിരിച്ച് ലുലു മാൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് കയറുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളിനി വീട്ടിലോട്ടുള്ള യാത്രയാണ്. അതിനൊന്നും കാണിക്കാനൊന്നുമില്ല. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സച്ചിൻ ഔട്ട് ഫോർ നൗ.